ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ലൈവ് ട്രേഡിംഗ് ടിപ്സ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മിനിറ്റ്സ് കാൻഡിൽ സ്റ്റിക്ക് സ്ട്രാറ്റജീനെ കുറിച്ചാണ്. ഈ വീഡിയോ ഞാൻ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് ഇതിൻ്റെ റൂൾസ് എന്ന് നോക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മളെങ്ങനെ ബൈ, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുമെന്ന് നോക്കും. മൂന്നാമത് നമ്മൾ ഈ സ്ട്രാറ്റജിയെ ചാർട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് റൂൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് റൂള്, ഇത് 5 മിനിറ്റ്സ് ഓപ്പണിംഗ് ക്യാൻഡിലാണ് അപ്ലിക്കബിൾ ആവുക. സെക്കൻഡ് റൂള്, ഇത് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഉണ്ടായാലും മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. തേർഡ് റൂള്, നമ്മൾ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോവും മാർക്ക് ചെയ്യണം. ഫോർത്ത് റൂള്, ഇത് എല്ലാ ഇൻഡിസസിലും ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബൈ, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഇടുക നോക്കാം. ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മൾ ബൈ ചെയ്യും, ലോ ബ്രേക്ക് ചെയ്താൽ നമ്മൾ സെല്ല് ചെയ്യും. സ്റ്റോപ്പ് ലോസിന് വേണ്ടി നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ 0.5 ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കുക. ടാർഗറ്റിന് വേണ്ടി 1.618 to 2.618 നമ്മൾ എടുക്കുക. ഇനി നമുക്ക് ഇത് ചാർട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഈ സ്ട്രാറ്റജി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടില്ല ബാങ്ക് നിഫ്റ്റീൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ്. നമ്മൾ ആദ്യത്തെ റൂള്, മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവണം. 4th ജൂലൈയിൽ അത് അപ്ലിക്കബിൾ ആണ്. സോ നമ്മളതിൻ്റെ ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു. എപ്പോഴാണ് ഇതിൻ്റെ ഹൈയോ ലോ ബ്രേക്ക് ആവുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. ഇവിടെ ഹൈ ബ്രേക്ക് ആയിട്ടില്ല, പക്ഷേ ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഈ ക്യാൻഡിൽ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഫിബ് റീട്രേസ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നു. ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷം 0.5 നമ്മളെ സ്റ്റോപ്പ് ലോസ്. ഫസ്റ്റ് ടാർഗറ്റ് 1.618, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് 2, തേർഡ് ടാർഗറ്റ് 2.618. മോസ്റ്റ് കേസസിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങനെയും കിട്ടും. സം കേസസിൽ സെക്കൻഡ് ടാർഗറ്റും ജൂലൈ 1 ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഹൈ മാർക്ക് ചെയ്യുന്നു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ. സെക്കൻഡ് നമ്മൾ അതിൻ്റെ ലോ മാർക്ക് ചെയ്യുന്നു. ഏത് സൈഡാണ് ബ്രേക്ക് ആയത്? അപ്പ് സൈഡാണ്. ഇതൊരു ബൈ ഓപ്ഷനാണ്. നമുക്കപ്പം ഫിബ് മാർക്ക് ചെയ്യാം. ബോട്ടം ടു ടോപ്പ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിനെ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ എൻട്രി വന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വന്നു, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വന്നു, തേർഡ് ടാർഗറ്റ് ഇവിടെ വന്നു. സോ ഇൻ ദിസ് കേസ് നമുക്ക് 3 ടാർഗറ്റും അച്ചീവ് ആയിട്ടുണ്ട്. എല്ലാ കേസസിലും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. ഹയർ ടാർഗറ്റിന് അച്ചീവ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ എൻട്രി വീണതിന് ശേഷം ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി, സെക്കൻഡ് ടാർഗറ്റ് കിട്ടിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് എടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവരിക. ഇത് കിട്ടിയ ആ ട്രേഡ് അങ്ങ് ക്ലോസ് ചെയ്യുക. ഇവിടുന്ന് പിന്നെയും മുകളിലേക്ക് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് നേരെ സെക്കൻഡ് ടാർഗറ്റിൽ കൊണ്ടുവയ്ക്കുക. അത് പിന്നെയും ഫർദർ മൂവ് ആയി കഴിഞ്ഞാൽ തേർഡ് ടാർഗറ്റിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ വേണം നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് പോവുക. ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, ബട്ട് ദർ ആർ ചാൻസസ് നമ്മളെ SLഉം ഹിറ്റ് ആവും. അങ്ങനത്തെ കേസസിൽ ഒരു സെക്കൻഡ് ട്രൈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ സെയിം ഡയറക്ഷനിലോ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ബട്ട് സെക്കൻഡ് അറ്റംപ്റ്റിലും നിങ്ങൾ ഫെയിൽ ആണെങ്കിൽ അവിടെ ഈ സ്ട്രാറ്റജി ക്ലോസ് ചെയ്യുക. 27th ഒരു ഫ്ലാറ്റ് ടു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഹൈ മാർക്ക് ചെയ്തോ, ലോ മാർക്ക് ചെയ്യുന്നു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ. ഫിബ് റീട്രേസ്മെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ലോ ടു ഹൈ. ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. 26th ഇത് ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. 26th ഹൈ ഇതാണ്, 26th ലോ ഇതാണ്. താഴേക്കാണ് അത് ബ്രേക്ക് ചെയ്യുന്നില്ല. സോ നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് എൻട്രി വന്നു, ടാർഗറ്റ് ഇവിടെ വന്നു, ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റിൽ വരുന്നില്ല, ഇത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയിന്ന്. അങ്ങനെ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ഇത് ബ്രേക്കായി കഴിഞ്ഞ പാട് നിങ്ങൾക്കൊരു റിവേഴ്സൽ ട്രൈ ചെയ്യാം. ഫിബ് റീട്രേസ്മെൻറ്റിന് ഈ റിവേഴ്സൽ എന്നുണ്ടെങ്കിൽ അത് അൺചെക്ക് ചെയ്യുക. ഇത് നേരെ ഓപ്പോസിറ്റ് ആവും. ഇവിടെ നിങ്ങൾ ആദ്യം SL ഹിറ്റായി, അതിനുശേഷം ഇവിടെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്ത പാട് നിങ്ങളെ ഫസ്റ്റ് ടാർഗറ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ടോപ്പും സെക്കൻഡ് ടാർഗറ്റ് നിങ്ങളെ 1.6ഉം 2.618 വരെ നിങ്ങൾക്കത് ട്രെയിൽ ചെയ്തുകൊണ്ട് പോവാം. ഈ കേസിൽ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും വരിക. 25th ഗ്യാപ്പ് അപ്പാണ് കാണിക്കുന്നത്, എന്നാലും നമുക്കതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ടോപ്പ് മാർക്ക് ചെയ്തു, ബോട്ടം മാർക്ക് ചെയ്തു, ഫിബ് റീട്രേസ്മെൻറ്റ് ബോട്ടം ടു ഹൈ മാർക്ക് ചെയ്തു. ലാസ്റ്റ് ടൈം നമ്മൾ അതിൻ്റെ റിവേഴ്സലാക്കിക്കൊണ്ട് ഇവിടെ വരിക. അൺചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോപ്പിലേക്ക് മൂവ് ആവും.
ഇത് ബ്രേക്ക് ചെയ്ത അവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്ത് കിട്ടി, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയും കിട്ടി, തേർഡ് ടാർഗറ്റും കിട്ടി. തേർഡ് ടാർഗറ്റിന് ശേഷം മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ബാങ്ക് നിഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി നിഫ്റ്റിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു. ഏത് സൈഡാണ് ബ്രേക്ക് ആവുന്ന അതിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എൻട്രി, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റും നമുക്കിവിടെ അച്ചീവ് ആയിട്ടുണ്ട്. മോസ്റ്റ് കേസസിൽ നമുക്ക് ചിലപ്പം തേർഡ് ടാർഗറ്റ് വരെ കിട്ടും. മാക്സിമം നിങ്ങൾ സെക്കൻഡ് ടാർഗറ്റ് വരെ നിൽക്കുന്നുണ്ട്. 27th ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്. ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു. ആദ്യം ബോട്ടമാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ് കിട്ടും. നിങ്ങളിവിടെ എൻട്രി ചെയ്തു ബ്രേക്ക് ചെയ്തപ്പം, പക്ഷേ റിവേഴ്സ് വന്നു, നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത്. എന്നോട് നിങ്ങൾ അടുത്ത ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു ബൈയിലേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് കൂടിയായി, സെക്കൻഡ് ടാർഗറ്റ് കൂടിയായി, തേർഡ് ടാർഗറ്റ് കൂടിയായി. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇതായിരുന്നു. സോ നിങ്ങൾക്ക് 3 ടാർഗറ്റും കിട്ടി. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് റിവേഴ്സ് വന്നിട്ട് പിന്നെയും നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. പിന്നെ ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആവില്ല. ഒറ്റൊരിക്കൽ മാത്രം നമുക്ക് റിവേഴ്സൽ നോക്കാം. ഓക്കെ, സോ നിഫ്റ്റിയിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഫിൻ നിഫ്റ്റിയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. ഫിൻ നിഫ്റ്റിയിൽ ജൂലൈ 1 ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ടോപ്പ് ഹൈയും മാർക്ക് ചെയ്തു. താഴേക്കാണ് ബ്രേക്ക് ചെയ്തത്. റീട്രേസ്മെൻറ്റ് മാർക്ക് ചെയ്ത് റിവേഴ്സലാക്കി ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് തരുന്നുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് തരുന്നില്ല. അതിനുശേഷം റിവേഴ്സും പോകുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒരു റിവേഴ്സ് ട്രേഡും ഇനീഷ്യേറ്റ് ചെയ്യാം. റിവേഴ്സ് പോകുന്നുണ്ട്, നമുക്കിതൊന്ന് റിവേഴ്സലാക്കി കഴിഞ്ഞാൽ 0.5 റിവേഴ്സായി. റിവേഴ്സ് എൻട്രി ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് അച്ചീവായി. സോ ദാറ്റ്സ് അബൌട്ട് 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് സ്ട്രാറ്റജി. ഗ്യാപ്പ് അപ്പ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ എൻഡിലും കൊടുക്കും. നിങ്ങൾക്കത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.